ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉഴുന്ന് കുതിർത്ത് അരച്ച് വെത് തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് നട്ട്സാണ്. കാഷ്യൂ നട്ട്, പീനട്ട്സ്, ശർക്കര, തേങ്ങ, അല്പം ഉപ്പ്, അല്പം നെയ്യ്, ബട്ടർ ഏതെങ്കിലും ഓപ്ഷണലായിട്ട് വരണം. ഇത്രയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഈസി ആയിട്ട് ഉണ്ടാക്കാനും കുട്ടികൾക്ക് ഇഷ്ടമാകുന്നതുമായൊരു നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. പിന്നെ നട്ട്സ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ രീതിയിൽ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഈ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് അതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതപ്പം ചേർത്തുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ബദാമോ ഇഷ്ടമുള്ള എന്താണ് നട്ട്സ് വേണ്ടത് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നട്ട്സ്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര എന്ന് ഞങ്ങളിതിനെ പറയുന്നത് വെല്ലം എന്നൊക്കെ ചില സ്ഥലത്ത് പറയാറുണ്ട്. ഞങ്ങൾ ശർക്കര എന്നാണ് പറയുന്നത്. ശർക്കര ഉരുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അല്പം ചൂടായി വരുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അല്ലെങ്കിൽ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിടുവാണെങ്കിൽ നല്ലതാണ്. തേങ്ങ എല്ലാം ഒരുവിധം കട്ടിയെല്ലാം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്, അതിനായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി ഇതിൽ വെള്ളമയം മാറി വരുമ്പോഴത്തേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് അതിനോടുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയെല്ലാം ഉരുകി തേങ്ങയിൽ ചേർന്ന് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമയം മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയല്ല, ഒരു ക്രഷ്ഡാണ്, ചെറിയ തരിതരിയുള്ള പൊടിയാണ്. അത് അതിനോട് ചേർത്ത് കൊടുത്ത് ഇളക്കി നല്ലതുപോലെ മൂപ്പിച്ച് ശർക്കര എല്ലാം ഉരുകി നമുക്കൊരു ഉരുട്ടാൻ പരുവാകുന്ന പരുവത്തിലാകുമ്പോഴേക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ അല്പം ഏലക്കപ്പൊടി അല്ല ജീരകപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. ഞാനതിലൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഈ മിക്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ കൂട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കണം. നമുക്കങ്ങനെ ഉരുളകളാക്കി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അതിനകത്ത് കൂട്ടുകളുള്ള എല്ലാം നമ്മൾ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര മതി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നല്ലതുപോലെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ തന്നെ. ഇനി നമ്മൾക്ക് അത് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഉഴുന്നിൻ്റെ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതിലിച്ചിരി ബാറ്ററിന് ഇച്ചിരി ലൂസായിപ്പോയി, അതുകൊണ്ട് അതിനകത്ത് ഇച്ചിരി ഇങ്ങനെ സ്പ്രെഡായി വരുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള ബാറ്റർ എടുക്കുന്നതാണ് നല്ലത്. ഉഴുന്ന് വെള്ളം തീരെ കുറച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഔട്ടർ ലെയർ നല്ല കട്ടിക്ക് വരും.
ലെയർ വീറും തിൻ ലെയറായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ബാറ്റർ കട്ടിയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു ഔട്ടർ ലെയർ ഇച്ചിരി കൂടെ തിക്കായിട്ട് വരും. അത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഇത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി പൊരിക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ അത് ബ്രെഡ് ക്രംസ് അത്ര നന്നായിട്ട് വന്നില്ല. ഇത് ലൂസ് ആയതുകൊണ്ടാണോ ബാറ്റർ എന്നറിയില്ല. അല്ലാതെ പ്ലെയിനായിട്ട് എല്ലാം പൊരിച്ചെടുത്തപ്പോൾ നല്ലതായിട്ട് വന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അധികം ഷേപ്പൊന്നും കറക്റ്റായിട്ടൊന്നും വരത്തില്ല, എങ്കിലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, നല്ലതാണ്. അങ്ങനെ നമ്മൾ ആ ഉരുട്ടി വെച്ചിരുന്ന ഉരുളകളെല്ലാം മാവിൽ മുക്കി വറുത്തെടുത്തു. അങ്ങനെ ഒരു ടേസ്റ്റി യമ്മി സ്വീറ്റ് ഡിഷ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.